ഹലോ ഫ്രണ്ട്സ്, പെറ്റ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോയിൽ എടുത്തിട്ട് പിന്നെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ലേനും, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഫുഡും കാര്യങ്ങളും വാങ്ങിയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇത്രയും ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ കിളിക്കൂട്ടിലേക്ക് കയറാം. നമ്മൾ കുറേ ആയില്ല കിളിക്കൂട്ടിലും കണ്ടിട്ട്, മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. കുറേ മാറ്റങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കിളിക്കൂട്ടിൽ വന്നിട്ട്. തുറക്കട്ടെ. അപ്പോൾ നമ്മൾ കിളിക്കൂട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ കുറേ ആയി വീഡിയോയിൽ എടുത്തിട്ട് തീരെ സമയമില്ലേനും കുറേ വേറെ മറ്റു കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോയി. നമ്മൾ മിട്ടു ഇവിടെയുണ്ട്. ബാടാ ആദ്യം തന്നെ നമ്മളെ മരങ്ങളെ അവസ്ഥ ഞാൻ കാണിച്ചാൽ ഇതാ ഒരില പോലും ഇല്ല ഇതിൻ്റെ അതിലൊന്നും. ഫുള്ള് നമ്മൾ വാങ്ങിച്ചാൽ നല്ല അടിപൊളി മരമായിരുന്നു. ഫുള്ള് ദൈവറും നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എല്ലാവരും കൊത്തി പണിയാക്കിയിട്ടിന്. ഈ മരത്തുമ്പോൾ ഒരേ പോലെ ഇത് കണ്ട. പിന്നെ ഈ മരത്തുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഇലയുണ്ട്. അപ്പോൾ തിരുള് വരുമ്പം തന്നെ ഇവർ തന്നെ എല്ലാം കൊത്തി പണിയാക്കും. അതുകൊണ്ട് നമ്മളിത് ഇവിടെ ആദ്യം കുറേ മുളയും കാര്യങ്ങളിതാ ആദ്യത്തെ വീഡിയോയിലും കണ്ടവർക്ക് ഓർമ്മയുണ്ട്. എവിടെയും നമ്മൾ മറ്റേ കുറച്ച് മുളയും മറ്റേ ചെടികളെല്ലാം വെച്ച് തരും. അന്നും എല്ലാം ഫുള്ള് ഇവർ ഇതള് വരുമ്പോൾ തന്നെ കൊത്തി പണിയാക്കി ഇതാക്കി കളയും. അതുകൊണ്ട് നമ്മൾ ഒരു മാസം മുമ്പ് എല്ലാം പൊരിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് കിളിക്കൂടിൻ്റെ പുറത്ത് ഞാൻ കാണിച്ചു തരാം. അതെല്ലാം ഇപ്പോൾ ഇലയെല്ലാം വന്ന് ശരിയായിട്ടുണ്ട്. പുറത്തായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും കൊത്തലില്ല. നല്ലോണം ഇല വന്നിട്ടുണ്ട്. വേറൊരു ചെടിയുണ്ട് കാണിച്ചാൽ ഇതും നല്ലോണം ഇല വന്നിട്ടുണ്ട്. കൂടിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് കൊത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഇങ്ങനെ വളരുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ലവ് ബേർഡ്സിൻ്റെ അത് മുട്ടയിടുന്നുണ്ട്, കുട്ടികൾ വിരിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്താക്കും, ഒരു 5-6 ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട് നമ്മുടെ കൂട്ടിൽ. അവർ വന്നിട്ട് ഇവരെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെടുത്തിട്ട് കൊത്തിയിട്ട് നിലത്തിട്ടിട്ട് അങ്ങനെ ചത്തു നോക്കാം. അങ്ങനെ കുട്ടികളൊന്നും വിരിയല്ല. പിന്നെ ഇതാ ഈ കൂട്ടിൽ, അതുകൊണ്ട് ഞാനിനി ഈ കൂട്ടിലേക്കൊരു ലവ് ബേർഡ്സ് മുട്ടയിട്ടിരുന്ന് വിരിഞ്ഞ പാടന്നെ ഈ കൂട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം 2 എണ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്തോട്ട് മാറ്റിക്കൊണ്ട് മാത്രം ഈ കുട്ടികൾ ബാക്കിയായിട്ടുണ്ട്. അതിൻ്റെ അമ്മയും ഇതിനകത്ത് തന്നെയുണ്ട്. കുട്ടികളെ മാത്രമല്ല ഞാൻ മാറ്റുക, അമ്മേനെയും കൂടി ഇതിനകത്ത് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടോ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കുട്ടിയാണ്. ചിറങ്ങും കാര്യങ്ങളെല്ലാം വരുന്നേ ഉള്ളൂ. ചിറകിൻ്റെ തൂവലെല്ലാം 1-2 കുട്ടികളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത്രയും വലുതായിട്ടില്ല, പിടിച്ചത്. അപ്പോൾ ഈ കൂട്ടിലേക്ക് മാറ്റിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരെ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളെ ലവ് ബേർഡ്സ് മറ്റേ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കൊത്തി പണിയാക്കലേന്. എന്താടാ എന്താ കാണുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വാടാ. അപ്പോൾ ഞാൻ കൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കുറച്ച് കൊടുക്കാം. ഇന്ന് രാവിലെ ഫുഡില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. നമ്മൾ രാധക്കുട്ടിയുണ്ട് നമ്മൾ കയ്യിൽ വന്നിട്ട്. മിട്ടും വന്നിട്ടുണ്ട്. നല്ല കളറിലായിട്ടുണ്ട് ഇവർപ്പം കാണാൻ. നമ്മളെ പൈനാപ്പിളും കൂടി വന്നിട്ടുണ്ട്. ഇവരാണ് ഇവിടുത്തെ ടീം, വലിയ ആൾക്കാരായി കൂട്ടിലുള്ള. തിന്നോ. ഇവരിപ്പോൾ കൂട്ടിൽ നമ്മൾ വെച്ചു കൊടുത്ത കൂട്ടിലെല്ലാം കയറുന്നുണ്ട്. ബ്രീഡിങ്ങിൻ്റെ സമയമായെന്ന് തോന്നുന്നു. കഴിച്ചടാ. രാവിലെ ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പം വന്ന് കഴിക്കുന്നത്. ഒരാളങ്ങ് പോയി. ഇപ്പോൾ ഇവർക്കെല്ലാം നമുക്ക് ഫുഡ് കൊടുക്കാം. ഇവിടെ നിന്നില്ലാതെ അപ്പം വെക്കുമ്പം തന്നെ ഇവർ വന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോ. അടിയുണ്ട മോര്. നമ്മളെ കോക്കട്ടെല്ലാം വന്ന് കഴിക്കുന്നുണ്ട്. 2 ആളെത്തി, 3 ആളെത്തി. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്.
നമുക്ക് ഇതിനകത്തും കൂടി നട്ടുകൊടുക്കാം. നമ്മളെ ചെറിയ കിളികളിൽ ഇതിനകത്ത് കഴിക്കൽ അധികം, ഫിഞ്ചസ് പോലത്തെ കിളികളിൽ ഇതിനകത്ത് വന്നിട്ട് കഴിക്കൽ. ഇതും കൂടി നിറച്ച് കൊടുക്കാം. അപ്പോൾ ഫുഡെല്ലാം നമ്മൾ കുറച്ച് ചേരിയും കാര്യങ്ങളും കൂടി ഇട്ടിട്ടുണ്ട്. ഇവർക്ക് കൂടുണ്ടാക്കാൻ ഒരു കൂടി ഞാൻ കാണിച്ചു തരാം. ഈ മരത്തമ്മൽ നമ്മളെ ഫിഞ്ചസ് നല്ല അടിപൊളിയായിട്ടൊരു കൂടുണ്ടാക്കിയിട്ട് നല്ല രസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഉള്ളിൽ ചെറിയൊരു ഗുഹ പോലെ തന്നെ ഉണ്ട് ഇവിടെ കാണാൻ. കുറച്ച് തൂവലും പക്ഷിത്തൂവലും അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു പഞ്ഞി പോലത്തെ ഒരു ഇതാക്കേണ്ടിയിട്ട് തൂവലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെയുണ്ട്. ഒന്ന് ഈ മരത്തമ്മൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവർ ഇത് ഒരാളെ കൂടെ അല്ല, ഒരു 3-4 ആൾ ഒരുമിച്ചിൻ്റെ അത് രാത്രി ഇങ്ങനെ കിടക്കുന്ന കാണൽ. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ തൂവൽ പോലും വെള്ള തൂവൽ, പ്രാവിൻ്റെ തൂവലാണ് അവർക്ക് ഉണ്ടാക്കൽ. പിന്നെ ഇത് നമ്മുടെ ഡയമണ്ട് ആവൂതാ ഇവിടെ ഇരിപ്പുണ്ട്, വെയിൽ കൊള്ളുന്ന ഒരു ഉച്ച സമയമായതുകൊണ്ട് ഇവർ വെയിൽ കൊള്ളേണ്ട വേണ്ടി. ഇപ്പോൾ 2 പേരേ ഉള്ളൂ ഇതിനകത്ത്, ബാക്കി കുറേ എണ്ണം നമ്മളെ കയ്യിൽ നിന്ന് ചത്തു പോയിട്ടുണ്ട്. ഇപ്പോൾ 2 ആളേ ഉള്ളൂ. പിന്നെ നമ്മളെ ഫിഞ്ചസ് അതുപോലെ തന്നെ വെയിൽ കൊള്ളുകയാണ് ഇവിടെ നിന്ന്. ഇവർക്ക് വെയിൽ വന്നാൽ വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇവിടെ ഉണ്ട്, അതിൻ്റെ കാര്യമെല്ലാം ഇങ്ങനെ വന്നിരിപ്പുണ്ട്. നമ്മളെ കൊക്കട്ടയിലൂടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ രാധയും വിട്ടും അങ്ങോട്ട് പോയ സമയത്താണ് ഇവരെ കഴിക്കൽ. കുറേ ഈ തലേൻ്റെ വല്ല കൊമ്പ് പോലത്തെയുള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ്, രസമുണ്ട് കാണാൻ. എന്താ ഒരാൾ രാധേൻ്റെ ഒപ്പം ഒന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ പ്രാവെല്ലാം നിലത്ത് വീണ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പ്രാവ് മാത്രം നമ്മൾ ലോങ് ടൈൽ ഫിഞ്ചസും എല്ലാവരും ഉണ്ട് ഇവിടെ വന്നിട്ട്. നിലത്തുനിന്ന് ഇങ്ങനെ ഫുഡൊന്നും വേസ്റ്റായി പോക്കില്ല. അതാ നമ്മളെ ബട്ടൺ കോയിലുള്ളതുകൊണ്ട് നിലത്തുള്ള ഫുഡെല്ലാം ഇവർ തന്നെ ഇങ്ങനെ കഴിച്ചോളൂ. എന്താ ഓരോ ലബേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിമെൻറ്റിൻ്റെ എന്തോ ഒരു ഇങ്ങനെ കൊത്തി എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ കൊത്തി പറിക്കുന്നതാണ് സിമെൻറ്റ്. നമ്മളെ ബട്ടൺ കോയിൽ മുട്ടയിടല്ലത് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചാണ്. പക്ഷെ ഇവർ അടയിരിക്കില്ല, അതുകൊണ്ട് അതിങ്ങനെ വെറുതെ പാഴായി പോക്കാതെ മുട്ട. അപ്പോൾ നമ്മളങ്ങനെ വിരിയിക്കാൻ വെക്കലില്ല. എന്താ ഈ ഒരു ഫുഡ് വെക്കുന്ന പാത്രത്തിന് ഇതാ നമ്മളെ ചെറിയ കിളികൾ ഇങ്ങനെ വന്ന് കഴിക്കാൻ പറ്റും. അവിടെ ചെറിയ ഇരിക്കുന്ന സാധനമെല്ലാം ഉണ്ട്. വലിയ പ്രാവിനൊന്നും വന്നിട്ട് ഇതിൻ്റെ അകത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് നല്ല വേറെ പക്ഷിയുടെ ഇടങ്ങാറൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു സാധനമാണ്. ഒരാൾ ഇവിടുന്ന് വെള്ളം കുടിക്കണ്ടേ. നമ്മളെ പരന്നവാദം ഇവിടെ കുളിക്കാൻ പറ്റിയൊരു പാത്രം തന്നെ, പക്ഷേ ഇവർ കുളിക്കുന്നതും കാണലുണ്ട് ഇടക്ക്. പിന്നെ അതിനകത്ത് തന്നെ വെള്ളവും കുടിക്കലുണ്ട്. നമ്മൾ ലവ് ബേർഡ്സ് ഉള്ളതാണ്, ഗ്രീൻ കളർ ലവ് ബേർഡ്സ് എല്ലാം ഒരുമിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് ഇവർ ഇങ്ങനെ കാണാൻ. പിന്നെ ഇത് നമ്മളെ കുളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള നെറ്റ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് തൂവലും കാര്യങ്ങളും അങ്ങോട്ട് വീഴുന്നില്ല എന്നേ ഉള്ളൂ. മീനൊന്നും അങ്ങനെ ഉച്ചയായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ കിളിക്കോട്ട് കയറിയാൽ തന്നെ നല്ല അടിപൊളി രസമായി. ഈ കിളികളുടെ ശബ്ദവും ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് വെറുതെ ഇരിക്കുന്ന നമ്മളെ മൈൻഡെല്ലാം നല്ല ഫ്രീ ആകും. ഞാൻ കുറച്ച് നേരം അത് കേൾപ്പിച്ചു തരാം എല്ലാവർക്കും.
അപ്പോൾ ഇത് നമ്മളെ രാധയും മിറ്റും കൂടി ഈ വെള്ളം തട്ടി മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൂടിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. പിന്നെ നമ്മൾ ചിലപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ പിടിച്ച് ചിലപ്പോൾ ഈ കൂട്ടുന്ന മാറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവർ മുട്ടയിടുന്നെല്ലാം ഇവർ തന്നെ പൊട്ടിച്ച് കളയാം. അപ്പോൾ നമുക്ക് തന്നെ സങ്കടം. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ കൊത്തി നശിപ്പിച്ച് കളയാം. ചിലപ്പോൾ നമ്മൾ ഇവർ പിടിച്ച് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.